നമസ്കാരം. കേരള സർക്കാരിന്റെ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യത്തിൽ വീണ്ടും കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. മറ്റ് സംസ്ഥാനങ്ങൾക്കില്ലാത്ത പ്രശ്നങ്ങൾ കേരളത്തിന് മാത്രം ഉണ്ടായത് അത് കേരളത്തിന്റെ ഭരണപ്പിഴവ് കൊണ്ടാണെന്ന് കേന്ദ്രം വ്യക്തമാക്കി. കേരളത്തിന്റെ അപേക്ഷയിൽ കേന്ദ്രത്തിൽ നിന്നും മറുപടി തേടി സുപ്രീം കോടതി ചോദിച്ചതിന്റെ ഭാഗമായാണ് ഇന്നലെ കേസ് പരിഗണിച്ചപ്പോൾ കേരളത്തിന്റെ ഹർജി നിലനിൽക്കില്ലെന്ന് കേന്ദ്രത്തിനു വേണ്ടി ഹാജരായ AG സുപ്രീം കോടതിയെ അറിയിച്ചത്. കേരളം പറയുന്ന കാര്യത്തിന് യാതൊരു അടിസ്ഥാന സൗകര്യവും ഇല്ല എന്നും കേന്ദ്ര സർക്കാർ എന്ന ഉത്തരവാദിത്വത്തിലാണ് പറയുന്നതെന്നും AG സുപ്രീം കോടതിയിൽ പറഞ്ഞു. ഇടക്കാല ഉത്തരവ് തേടിയുള്ള ഹർജി പരിഗണിക്കേണ്ടതില്ല എന്നാണ് കേന്ദ്രം ആവശ്യപ്പെടുന്നത്. സംസ്ഥാനത്തിന്റെ പരാജയം മറയ്ക്കാനുള്ള നീക്കമാണ് ഇതെന്നും ദേശീയ സാമ്പത്തിക നയം അനുസരിച്ചാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നതെന്നും ബജറ്റുമായി ബന്ധമുള്ള വിഷയമല്ല എന്നും AG സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. മറ്റു സംസ്ഥാനങ്ങൾക്കില്ലാത്ത പ്രശ്നങ്ങളാണ് കേരളം ഉന്നയിച്ചു കൊണ്ടുവരുന്നത്. തുടർന്ന് ഈ കേസ് അടുത്ത മാസം 16 മാറ്റിയിരിക്കുകയാണ് കോടതി. അതേസമയം കേരളം നൽകിയിട്ടുള്ള അപേക്ഷയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച് കേന്ദ്ര സർക്കാർ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇടക്കാല ഉത്തരവ് തേടിയുള്ള കേരളത്തിന്റെ ഹർജി നൽകിയിട്ടുള്ളത്. അത് അടുത്ത മാസം 13 പരിഗണിക്കാനിരിക്കെയാണ് സുപ്രീം കോടതി ഈ കാര്യങ്ങളുടെ വിശദീകരണം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. അതേസമയം സാമ്പത്തിക പ്രതിസന്ധി പ്രധാന ചർച്ചാ വിഷയമാക്കി കേരളത്തിന്റെ നിയമസഭാ സമ്മേളനത്തിന് കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചിരിക്കുകയാണ്. സമ്മേളന ദിനം തന്നെ സഭയിൽ നിരവധി സ്വരച്ചേർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാന വിഷയം സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. 15ാം ധനകാര്യ കമ്മീഷനിൽ സംസ്ഥാനത്തിനുള്ള വിഹിതം കുറഞ്ഞതും കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും വായ്പാ സ്ഥാപനത്തിന്റെ കടപരിധിയിൽ ഉൾപ്പെടുത്തിയതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇത്തവണ സഭയിൽ ചർച്ച നടത്താൻ പോകുന്നത്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ ROC കണ്ടെത്തലുകൾ, അന്വേഷണം, സാമ്പത്തിക പ്രതിസന്ധി, നവകേരള സദസ്സിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ, പ്രതിപക്ഷ സമരങ്ങളോടുള്ള പോലീസിന്റെ നടപടി എന്നിവയെല്ലാം പ്രതിപക്ഷം ആയുധമാക്കി സഭയിൽ ചർച്ച നടത്താനിരിക്കുകയാണ്. എക്സാലോജിക്കിനെതിരായ പുതിയ കണ്ടെത്തലുകളിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം സഭയിൽ തേടിയേക്കാമെന്ന സൂചനകളുമുണ്ട്. അതേസമയം ഡൽഹി സമരത്തിൽ നിന്നും പ്രതിപക്ഷം വിട്ടുനിന്നതാകും ഭരണപക്ഷത്തിന്റെ പ്രധാന തുറുപ്പുചെട്ട്. ഇത്തരത്തിൽ നിരവധി വിഷയങ്ങൾ സർക്കാരിന് വെല്ലുവിളിയായി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയെക്കുറിച്ചുള്ള വിഷയത്തിൽ കേന്ദ്ര നിലപാട് അറിയിച്ചിരിക്കുന്നത്. നിലപാടിൽ മാറ്റമില്ലാതെ തുടരുകയാണ് കേന്ദ്ര സർക്കാർ. രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തിനുമില്ലാത്ത പ്രശ്നങ്ങൾ കേരളത്തിന് മാത്രം വന്നത് സർക്കാരിന്റെ ധൂർത്തും കെടുകാര്യസ്ഥതയും കൊണ്ടാണെന്നും അതുകൊണ്ട് കേരളത്തിന് മാത്രമായി കടമെടുപ്പ് പരിധി അനുവദിച്ചു നൽകാൻ സാധിക്കില്ല എന്നും കേന്ദ്രം നിലപാട് അറിയിച്ചു. ഓർക്കാൻ ഇന്നും കുറെ നല്ല ഓർമ്മകൾ തന്നവർ വെറും ഓർമ്മയായി പോയല്ലോ എന്നോർക്കുമ്പോൾ ഉള്ളിലൊരു പിടച്ചിലുണ്ടാകാറില്ലേ നമുക്ക്? എത്ര വർഷങ്ങൾ കൊഴിഞ്ഞുപോയാലും നമ്മുടെയൊക്കെ ഓർമ്മകളിൽ മധുരമുള്ള ചില ഓർമ്മകൾ ബാക്കിയുണ്ടാകും. സൗഹൃദങ്ങൾ, സഹപാഠികൾ, പ്രണയങ്ങൾ, അധ്യാപകർ, അച്ഛനമ്മമാർ, അയൽക്കാർ, അങ്ങനെ ഒരിക്കൽ നമ്മൾ ആരൊക്കെയോ ആയിരുന്നു അല്ലേ? നേടിയതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിൻ്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം എപ്പോഴും നഷ്ടങ്ങൾക്കു തന്നെയാണ്. അതിൽ ഏറ്റവും വലിയ നഷ്ടം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഇന്നലെകളാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ച പലരും നമ്മളെ വിട്ടുപോയിട്ടുണ്ടാകും. എനിക്കുമുണ്ട് ഒരുപാട് ഓർമ്മകൾ. യാത്രകൾ, സൗഹൃദങ്ങൾ, പ്രണയം, സങ്കടങ്ങൾ, സന്തോഷങ്ങൾ, അങ്ങനെ ഈ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം. ദി മാർക്കോ പോളോ മെമ്മറീസ് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി 7:30 നിങ്ങളുടെ DNA ന്യൂസിൽ.